എന്റെ മക്കള് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടാ അർച്ചന എവിടെയാണെന്ന് രാജപ്പനോട് ചോദിക്കുന്ന വിശ്വനാഥനും ജയന്തിയും. ഏതോ കൂട്ടുകാരി വഴി ഒരു ജോലി ശരിയാക്കി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പോയി. ഇനിയെങ്കിലും നിങ്ങൾ കള്ളം പറയരുത്. സുധിയുടെ കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് വിശ്വനാഥൻ നടരാജനോട് പറയുന്നു. അളിയ, ഇതൊരു കീറാമുട്ടിയാണ്. വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ. നമ്മൾ അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. കുഞ്ഞ് അർച്ചനയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് ശബരി ജയന്തിയോട് പറയുന്നു. ഇവൻ പറയുന്നതാണ് ശരി. നിങ്ങൾക്ക് സുധിയിൽ നിന്ന് അർച്ചനയെ ഒളിപ്പിച്ചെടുത്തുകയല്ലേ വേണ്ടത്? അതിന് അവൾക്കും കുഞ്ഞിനും നിങ്ങൾ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തി കൊടുത്താൽ മാത്രം മതി. അർച്ചനയും കുഞ്ഞുമായുള്ള അടുപ്പത്തെ സംശയത്തോടെ നോക്കുന്ന ഭാമിനി. രാത്രി മഴ തുടരുന്നു. എന്താ മാഡം? നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? അത് ഞാൻ പിന്നെ വാതിലടച്ച് കുറ്റിയിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ മോന് പാല് കൊടുക്കുമായിരുന്നു. അത് വാതിൽ ഞാൻ അടച്ച കൂട്ടത്തിൽ അറിയാതെ കുറ്റിയിട്ട് പോയതാ. മാഡം വിളിച്ചപ്പോഴാ അറിയുന്നത്. വാതിലടച്ച് കുറ്റിയിടുന്നതേ കള്ളത്തരത്തിന്റെ ലക്ഷണോ? അയ്യോ മാഡം എന്തേ പറയുന്നത്? ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്ന? അത് മോന് കുപ്പിപ്പാല് കൊടുക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് പാടാറുണ്ട്. അതവന് ഇഷ്ടമാണെന്നാ തോന്നിയത്. പാട്ട് കേൾക്കുമ്പോൾ അവനറിയാതെ അങ്ങ് പാല് കുടിക്കും. പുറത്താരും എൻ്റെ പാട്ട് കേൾക്കണ്ടെന്ന് കരുതിയാ വാതിൽ ചാരിയത്. കുറ്റിയിട്ടത് സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല. ഈശ്വര, ഇവിടെ ആരുമില്ലേ? ആര്? ഞാൻ രാജപ്പനാ. ഡ്രൈവർ രാജപ്പൻ എന്ന് പറയും. എന്താ വന്നത്? നിങ്ങളുടെ മോൻ ഇവിടെ ഇല്ലേ? ഇല്ല. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ചെവള രാഘവൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അവനല്ലേ? ചെവള രാഘവനോ? അതാരാ? അപ്പോ അവന്റെ പേര് നിങ്ങൾക്കറിയില്ലേ? ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നവന്റെ കാര്യമോ ഞാൻ പറഞ്ഞ? നിങ്ങളുടെ പഴയ വീട്ടിൽ ഒരുത്തവൻ താമസിക്കുന്നില്ലേ? അയാള് അർച്ചനയെ കല്യാണം കഴിക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അവൻ വന്ന് അവളെ പെണ്ണ് കണ്ടിട്ട് പോയിട്ടുള്ള സത്യമാണ്. അവനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. അതിന്റെ പേരും പറഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മക്കൾ അവന് കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങനെയൊന്നുമല്ല അയാള് പറഞ്ഞത്. നിങ്ങൾ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ പറയുക, അവന് വീടും ഭക്ഷണവും കൊടുത്ത് നിങ്ങൾ പിടിച്ചു നിർത്തുന്നത് അപകടമാണ്. അവൻ ആരാന്നറിയോ? കോയമ്പത്തൂരിലെ പേര് കേട്ട ഗുണ്ടയാണ്. കൊലയും മാനഭംഗവും ഉൾപ്പെടെ എണ്ണമില്ലാത്ത കേസ് അവന്റെ പേരിലുള്ളത്. ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുക അവൻ. അയ്യോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ മോൻ അവന്റെ വലയില. ആ പയ്യൻ അവൻ ഇല്ലാതാക്കും. കൂടെ കൊണ്ടുപോയെന്നും വരും. പിന്നെ മോനെ തിരിച്ചു കിട്ടില്ല. പിന്നെ നിങ്ങളും ഒന്ന് സൂക്ഷിക്കുന്നു നല്ലതാ. പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നതല്ല ചെവള രാഘവൻ. ഇനിയെങ്കിലും നിങ്ങൾ അവനെ പറഞ്ഞുവിടാൻ നോക്ക്. വീടൊഴിയാൻ പറഞ്ഞ അവൻ പോവും. എന്റെ മക്കളെ ഓർത്തുള്ള പേടി കൊണ്ട് പറയുന്നതാ. എനിക്ക് അന്നേ അയാളെ സംശയം തോന്നിയതാ. ഇനി അയാളെ ഞാൻ എന്റെ വീട്ടിൽ പൊറപ്പിക്കില്ല. നിങ്ങളെ അയാളെയും ചേർത്ത് നാട്ടിൽ പലതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചെലവിന് തരുന്ന അവനാണെന്ന്. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെന്തിന് അപവാദം കേൾക്കുന്നേ? അവൻ ഇവിടുന്ന് പോവേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേ. ദേ,
കൂടുതൽ നാറാതെ നിങ്ങൾ അവനെ പറഞ്ഞു വിടാൻ നോക്കും. ജയന്തി, നമുക്കൊരു പേരക്കുട്ടി ജനിച്ചത് നമ്മൾ അറിയാതെ പോയല്ലോ. ഇവിടെ ഗർഭനാടകവും കുഞ്ഞിനെ സ്വീകരിക്കലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണ് അനുഭവിച്ച വേദന നമ്മൾ അറിയാതെ പോയി. ഏതോ കള്ളു കച്ചവടക്കാരിയുടെ കയ്യിലേക്ക് അച്ഛനെ വലിച്ചെറിഞ്ഞത് നമ്മളല്ലേ. ഇത്രയൊക്കെ വേദന തിന്നിട്ടും പിന്നീട് ഒരിക്കലും അവള് സുധിയെ വിളിച്ചിട്ടില്ല. അർച്ചനയുടെ വ്യക്തിത്വം അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. നമ്മുടെ കുഞ്ഞ് മറ്റൊരാളുടെ വീട്ടിൽ വളരുമ്പോ മറ്റൊരു കുഞ്ഞിനെ നമ്മുടെ പേരക്കുട്ടിയായി വളർത്തേണ്ട ഗതികേടില്ല നമ്മള്. ലോകത്തിൽ ഇങ്ങനൊരു വിധി ആർക്കുണ്ട്? സുധിയിൽ നിന്ന് നിരഞ്ജനയ്ക്കൊരു കുഞ്ഞു പറക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അവൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. 3-4 മാസം കഴിയുമ്പോ അവളെയും കുഞ്ഞിനെ അവൻ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. അതിൽ സംശയമൊന്നും വേണ്ട. സത്യം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് സുധിക്കിനി നിരഞ്ജനെ നമ്മുടെ മുന്നിൽ നിർത്താനാവില്ല. അവര് പോയാൽ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല. വെന്തുരുകി ജീവിക്കേണ്ട വിധി നമുക്കും വരും. ഇനി കാത്തിരിക്കാൻ പാടില്ല. നിരഞ്ജനയെ സുധി കൂടെ കൊണ്ടുപോകരുത്. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും? അവളെ പിന്തിരിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിരഞ്ജനയും മനസ്സിലാക്കിയിരിക്കണം. സുധിയുടെ ചതി അവള് പൊറുക്കില്ല. അവര് തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും. ഒരു പെണ്ണിനും അത് സഹിക്കാനാവില്ല. സഹിക്കരുത്. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വട്ട്, അവനും അവളും അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? എനിക്ക് വേണ്ടത് ഒരു അനാഥ കുഞ്ഞിനെ അല്ല. ഇനി ഞാനത് ആഗ്രഹിക്കേണ്ട കാര്യവുമില്ല. നിരഞ്ജനയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സുധി ഒരു അച്ഛനായെന്ന് തെളിയിച്ചു കൊടുത്ത നിലയ്ക്ക് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിരഞ്ജന എന്റെ കൂടെ നിൽക്കും. ഇപ്പോഴത്തെ കുഞ്ഞിനെ അവൾ ഫൈസിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി അതല്ല, സുധി ചെയ്ത കൊടുംചെയ്തി പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ അവനെ ഉപേക്ഷിച്ച് പോകും. വീണ്ടും വിചാരമില്ലാതെ വിശ്വട്ടൻ തീരുമാനമൊന്നും എടുക്കരുത്. ഇനി ആലോചിക്കാൻ എന്താ ജയന്തി ഉള്ളത്? അവന്റെ കുഞ്ഞ് മറ്റെവിടെയോ വളരുമ്പോ നാണവും മാനവും ഇല്ലാത്ത ഈ കളിക്ക് നമ്മൾ കൂട്ടിവെക്കണോ? അവൻ അച്ഛനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഇവിടെ തോറ്റതാരാ? എന്റെ മുന്നിൽ അവൻ തലകുനിച്ച് നിൽക്കും. അതിനിട വരുത്തും ഞാൻ. പിന്നെ വെളുപ്പിന് നമ്മുടെ മൂന്നാറിന് പോകുന്നു. അതിൽ മാറ്റമില്ല. റൂം ഒരെണ്ണം ഒഴിച്ചിട്ടേക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങോട്ട് പോരും. അതിനു മാത്രം ശങ്കുവെച്ചോട്ടെ നീ വാടാ. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ഇന്നു മുതൽ എന്റെ താമസം ഇവിടെയാണ്. ഞാൻ വേറൊരു വീട്ടിൽ താമസിക്കുന്നത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നിങ്ങൾ അവിടെ ചെന്ന് ആ സ്ത്രീയെ വിലക്കിയത്. അതേടാ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് നീ എന്ന് ഞാൻ പറഞ്ഞു. അതൊന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണോ ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. നീ കയറി താമസിക്കടാ, അപ്പോ കാണാം. ഞാൻ മാത്രമല്ല, എന്റെ പിള്ളേരും കാണും. ഇതിനകത്ത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. നീ ഒന്ന് ചൊറിയാൻ വേണ്ടി കാത്തിരുന്നാ ഞാൻ. നിന്റെ കൂടെ ആരൊക്കെ കൊണ്ടുപാടാ. നീ ഇനി എങ്ങോട്ടെങ്കിലും പോയാലും പിള്ളേരെ ഓർത്ത് നീ പേടിക്കേണ്ടതായപ്പാ. ഞാനുണ്ടാവൂടെ? അപ്പോ ശ്യാമളജി, വൈകിട്ട് കാണാം. 4 പേർക്കുള്ള അരി കൂടുതലിട്ടേക്കണം. ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവനിവിടെ കയറി താമസിക്കാൻ വരട്ടടി. അവന്റെ വിരട്ട് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഒരുത്തനും ഈ വീടിന്റെ പടിയേറില്ല. അച്ഛൻ നാട്ടുകാരോടൊന്ന് പറ. നിങ്ങൾ കേറിപ്പോ.
ഇനി അവൻ വന്നാൽ ഒരാളും പുറത്തിറങ്ങി പോകരുത്. ചെല്ല്. ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്റെ പണി ആകാശിന്റെ കൂടെ കറക്കം തന്നെയാ. സുധി എൻജോയ് ചെയ്. ഇവിടെ ഞാനും മോനും വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞോളാം. നല്ല തണുപ്പുണ്ടോ അവിടെ? ഇന്നലെ രാത്രി കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോഴും മഞ്ഞ് മാറിയിട്ടില്ല. മോനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകരുത്. ഞങ്ങൾ ഈ ക്ലൈമറ്റുമായി ഇണങ്ങിക്കഴിഞ്ഞു. എവിടെ എന്റെ ചക്കര? ദേ ചെവിവട്ടം പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഡാ ഡാ ഇതാരാ നോക്കി. മോനു, എടാ അച്ഛനാ. ദേ ആ മോനെ ഇങ്ങോട്ടും നോക്കടാ. അച്ഛനെ കണ്ടപ്പോഴേ അവന് മനസ്സിലായി. നോക്ക്. മോനു, ചക്കര ഉമ്മ. സുധി നെറ്റ്വർക്ക് പോയോ? സുധി ഹലോ കേക്കാവോ? സുധി എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ സുധി കേക്കാവോ? ഹലോ ഹലോ സുധി നിരഞ്ജന, അതാരാ? അത് ആന്റി അല്ലല്ലോ. ആ സുധി അത് ആലീസാ. ആലീസേ ഇനി വന്നേ. ആലീസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് വിളിക്ക്. ദേ സുധി വിളിക്കുന്നു. ദേ ആലീസ് ഒന്ന് വന്നേ. സുധിക്ക് കാണണമെന്ന്. അതൊന്നും വേണ്ട, നിങ്ങൾ സംസാരിക്കേ. ഒന്ന് വാടോ. അത് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അവൾ അങ്ങനെ സുധി മോളിക്കുട്ടിയെ പോലൊന്നുമല്ല. സന്ദർഭവും സാഹചര്യവും നോക്കി മുറിയിൽ പോലും വരും. അത്രകമയാണെങ്കിൽ പോട്ടെ. സുധി ആരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈകിട്ട് കാണാം. മോനെ അച്ഛൻ ടാറ്റ പറയടാ. ടാറ്റാ ബൈ. അവൻ കളിയില്ല. ഓക്കെ എന്നാ ബൈ. ആ അഴകേശൻ പോയതുപോലെ ഇങ്ങ് പോന്നോ? ഗ്യാസ് എടുക്കാനല്ലേ പോയത്? സുധിയുടെ അച്ഛനും അമ്മയല്ലേ? അതെ. ഭാമിനി ഉണ്ണിത്താൻ. അതെ. നൈസ് ടു മീറ്റ് യു സർ. വരൂ. നീ ഇതൊക്കെ എടുത്ത് അകത്തോണ്ട് വെക്ക്. നിക്ക്. നീ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ? ആ അതെ. എന്താ നിന്റെ പേര്? ആലീസ്. എവിടെയാ നിന്റെ വീട്? കട്ടപ്പനയില. ഫൈസിയുമായി നിനക്ക് എങ്ങനെയാ പരിചയം? ആ സാറിനെ അപ്പച്ചനറിയാം. കട്ടപ്പന സ്റ്റേഷനിൽ ഫൈസി സാർ കുറച്ചുനാളുണ്ടായിരുന്നു. അതിനെതിനാ നീ ഇങ്ങനെ പേടിച്ച പോലെ നിൽക്കുന്ന? അല്ല ഒന്നുമില്ല. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. അച്ഛനും അമ്മയും എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പില്ലാതെ ആണല്ലോ ഓരോന്ന് സംഭവിക്കാറ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് എനിക്ക് ഇവിടെ വരേണ്ടി വന്നു. വിശ്വേട്ടനെയും കൂടെ കൂട്ടി. ഇതാണല്ലേ ഫൈസി കൊണ്ടുവന്ന സെർവന്റ്? അതെ അമ്മേ. ആലിസ അല്ലെന്നാ. ഇവളെ കണ്ട സെർവന്റ് ആണെന്ന് പറയേയില്ല. ഞാൻ അതിശയിച്ചു പോയി. ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ടാ.
നല്ല സ്വഭാവം അമ്മേ. നമ്മളത് നോക്കിയാ പോരെ. പിന്നെ ആന്റിയെ പരിചയപ്പെട്ടില്ലേ? നിരഞ്ജനയ്ക്ക് പറയാൻ ആന്റിയെക്കുറിച്ചല്ലേ ഉള്ളൂ. നാട്ടിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇവളാ. നിങ്ങളെ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചതാ. ഇങ്ങോട്ടിരിക്കാം അമ്മേ. വേണ്ട, ഞാനൊന്ന് മോനെ കാണട്ടെ. അച്ഛനിരിക്കെ. അതേ, നിന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ട്. നീ ഇത് വല്ലതും അറിഞ്ഞോ? അവരൊക്കെ താഴെയുണ്ട്. മോനെ കാണണ്ടേ? കാണണ്ടേടാ? എന്താ ആഹാ, കാണണ്ടേ? അത് പിന്നെ മാഡം വന്നതുകൊണ്ട് മോനെ താഴെ കൊണ്ടുവരാൻ ഞാൻ വന്നതാ. അച്ഛമ്മ, മോനെ ഇങ്ങ് വന്നേ. അയ്യോ, ഓ മോനോ. മോനെ, അച്ഛമ്മയുടെ പൊന്നെ. ആഹാ, പൊന്നു മോനെ. ആഹാ, അച്ഛമ്മയുടെ പൊന്നെ. അച്ഛമ്മയുടെ പൊന്നെ. ചക്കരവാവേ, പൊന്നുമോനെ. ആഹാ, ആലീസ് വന്നതിൽ പിന്നെ മോന്റെ കരച്ചിലും പിടിവാശിയൊക്കെ കുറഞ്ഞു നിരഞ്ജന പറഞ്ഞു. മക്കളെ, ആലീസ് മുമ്പ് കുഞ്ഞിനെ നോക്കാൻ നിന്നിട്ടുണ്ടോ? അത് വല്യപ്പച്ചന്റെ വീട്ടില് 3-4 മാസം നിന്നു. അത് ശമ്പളത്തിനൊന്നുമല്ല. അല്ല, ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? അത് പ്രസവത്തില് അവര് മരിച്ചു പോയതാ. 3-4 മാസം വളർത്തിയെടുത്തത് ഞാന്. എന്നിട്ട് പിന്നെ കുഞ്ഞിന്റെ അപ്പച്ചൻ വന്ന് അതിനെ കൊണ്ടുപോയി. ഇപ്പൊ ഒരു 7-8 മാസമായി കാണും. ആലീസ് കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്ന മാജിക് ഞാൻ മനസ്സിലാക്കി. അതെന്ത് മാജിക്കാ? ആലീസ് നന്നായിട്ട് പാടും. പക്ഷെ ഞാനിതുവരെ കേട്ടിട്ടില്ല. ആ പാട്ടില്ല ഇവൻ കുപ്പിപ്പാല അകത്താക്കുന്നെ. കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. അവരുടെ ചലനം അനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ എല്ലാം അവർക്ക് അറിയാം. എന്നാ ആലീസ് കിച്ചണിലേക്ക് ചെല്ല്. ഓ ഓ ഓ ഓ, ആ, അച്ഛനെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഓ ഓ, അച്ഛനും അമ്മയും വന്നപ്പോഴേ ഞാൻ ഊഹിച്ചു. അമ്മ പറഞ്ഞത് കളവാണെന്നും എനിക്ക് മനസ്സിലായി. ഓ ഓ, അച്ഛൻ ബാൽക്കണിയിലേക്ക് പോയിട്ടുണ്ടോ? മോനെ തൊട്ടിലേക്ക് എടുത്തിട്ട് അമ്മ വാ. അവൻ എന്നെ കാണാത്തോണ്ടാണെന്ന് തോന്നുന്നു കരച്ചില്. ഓ ഓ ഓ ഓ, ആ ആ, കരയല്ലേ മക്കളെ. ആ ആ, കിടക്ക് കിടക്ക്. വാവോ, കരയല്ലേ കരയല്ലേ. ആ ആ, ഭാമിനി ഇവിടേക്ക് വരുമോ? അവര് വരില്ല. ആന്റി മാനേഴ്സ് കാണിക്കുന്ന ആളാ. ഈ ആന്റിയെ പറ്റി നിന്റെ അച്ഛൻ അഴകേച്ചനോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരേ ഒരു പെങ്ങള് മരിച്ചു പോയെന്ന്. എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞേ? എനിക്കറിയില്ല. പിന്നെ അച്ഛനെന്താ പറയാനുള്ളത്? പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ഇത്രയും കാലം കഥയറിയാതെ ഞങ്ങൾ ആട്ടം കാണുകയായിരുന്നു. മോൾ ഇത് സംയമനത്തോടെ കേൾക്കണം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്ക. ഇതൊരു ഒത്തുകളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ അറിഞ്ഞ വിവരങ്ങൾ മോളോട് പറയാനാ വന്നത്. എന്താ നിങ്ങൾ അറിഞ്ഞത്? പറയാം മോളെ. അതിനൊരു മുഖവരെ ആവശ്യമില്ല. രാജപ്പൻ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. സുധി ഇങ്ങനൊരു വിവരം പറഞ്ഞപ്പോ അച്ഛനല്ലേ പുച്ഛിച്ചു തള്ളിയത്?
സത്യം അതല്ല മോളെ. രാജപ്പൻ പറയുന്നതാണോ നിങ്ങളിപ്പോ സത്യമാക്കി വെച്ചിരിക്കുന്നേ? പറയുന്ന കാര്യത്തിൽ അയാൾക്ക് വല്ല വ്യവസ്ഥയുണ്ടോ? ഒന്നും മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് നീ മനസ്സിലാക്കണം. അർച്ചന പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ.